മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണയിക്കുന്ന ലോക്സഭ ഇലക്ഷൻ്റെ അവസാനത്തെ ദിവസത്തെ ഇലക്ഷൻ്റെ പരിപാടികൾ ഇന്നത്തോടുകൂടി സമാപിക്കുന്നു. ഏതാണ്ട് ഒരു മാസത്തിലധികം സമയം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ, അതിൽ ജനങ്ങളുടെ സമ്മതിദാനം ഇന്ന് വാരണാസി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിലൂടെ അവസാനിക്കുകയാണ്. ഏറ്റവും സന്തോഷം തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, ഭാരതം വ്യക്തമായ ഒരു ദിശയിലൂടെ നീങ്ങുന്നതായിട്ട് തോന്നുന്നു. ഭാരത മാതാ കി ജയ് എന്ന് പറയാനും സനാതന ധർമ്മ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും മതത്തിൻ്റെ പേരിലുള്ള വേർതിരിവുകൾ യുവജനങ്ങളുടെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് എത്തിക്കാനും വികസനം എന്താണെന്നും പ്രകൃതിയെയും മനുഷ്യനെയും എല്ലാം ഒരുമിച്ച് ചേർത്ത് അപ്രകാരമുള്ളൊരു വികസനമാണ് വേണ്ടതെന്നും ജനങ്ങളുടെ മനസ്സിലെത്തിക്കാൻ, പ്രത്യേകിച്ച് യുവാക്കളുടെ മനസ്സിലെത്തിക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ, കുടുംബപരമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം നടക്കുമ്പോഴും ഇന്നലെ ടൈംസ് നൗ എന്ന ചാനലിലും ടുഡേ എന്ന ചാനലിലും അതുപോലെ തന്നെ NDTVയിലുമെല്ലാം മോദിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും മറ്റ് പല നേതാക്കളെക്കുറിച്ചുമെല്ലാം വിവരണങ്ങൾ വരികയുണ്ടായി. ബ്രാൻഡ് നെയിം എന്ന രീതിയിൽ തന്നെ ചർച്ചകൾ വരികയുണ്ടായി. ഒരുപക്ഷെ ഇലക്ഷന് ഇത്രയും അധികം വിമർശനങ്ങൾ നേടേണ്ടി വന്നിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ഉണ്ടാവില്ല മോഡിയെ പോലെ എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ആ വിമർശനങ്ങൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക്, അദ്ദേഹത്തിന് വളരെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് തോന്നുന്നു. ബ്രാൻഡ് നെയിം എന്ന പേരിൽ ഇന്നലെ ടൈംസ് നൗവിൽ നടന്ന ചർച്ചയിൽ മുഴുവനും ബിസിനസ് വാക്കുകളാണ് ഉപയോഗിച്ചത്. മോഡിയുടെ പ്രചരണ രീതി, അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് മാർക്കറ്റ് ചെയ്തത്, സെയിലബിൾ ആക്കിയത്, കസ്റ്റമർ ചോയ്സ്, കസ്റ്റമർ പ്രിഫറൻസ്, ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, വേ ഓഫ് പ്രസൻറ്റേഷൻ ആൻഡ് റീച്ചബിലിറ്റി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് മോഡിയെ BJP പ്രൊജക്റ്റ് ചെയ്തത്. പോർട്ട്ഫോളിയോയിലും അതുപോലെ തന്നെ മോഡിക്ക് പറയാനുള്ളതിലും ഒരു റിസർവേഷനും ഇല്ലാതെ പറയുകയും ചെയ്തു. ഇന്ന് ഇലക്ഷൻ നടക്കാനിരിക്കെ മിനിഞ്ഞാന്ന് BJPയുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റും പ്രസിഡന്റും RSS നേതാവിനെ കാണേണ്ടായി. അത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മതി എന്ന് തീരുമാനിച്ചില്ല. ചെയ്യാനുള്ളതെല്ലാം ഡേ ലൈറ്റിൽ തന്നെ ചെയ്യുകയും പറയാനുള്ളതെല്ലാം ഡേ ലൈറ്റിൽ തന്നെ പറയുകയും ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരാഴ്ച മുമ്പ് നടന്ന ഇൻ്റർവ്യൂവിൽ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ അർണബ് ഗോസ്വാമിയോട് വെട്ടിത്തുറന്ന് 1.5 മണിക്കൂർ നീണ്ടുനിന്ന ആ ധന്യമായ ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തു. ഇന്നലെ
വളരെ ഭംഗിയായിട്ട് ജെറ്റ്ലി കരണിനോട് അസലായിട്ട് ഓരോ കാര്യങ്ങളും വിവരിക്കുകയുണ്ടായി. ഏതായാലും വ്യക്തമായ ദിശാബോധത്തോടുകൂടി ഭാരതത്തെയും ഭാരതീയ സംസ്കാരത്തെയും മൂല്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് ഭാരതത്തെ ഭരിക്കാൻ എണ്ണമാണ് പ്രധാനം, ഭാരതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ട സിംബലാണ്, ഓരോ വ്യക്തിയും പ്രാധാന്യം അർഹിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് തന്നെ ആയിരിക്കും ഭരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും ആരെയെങ്കിലും കുരിശിലേറ്റുകയോ ക്രൂശിക്കപ്പെടുകയോ അവർ പറഞ്ഞതും ചെയ്തതും പിന്നീട് പകപോക്കലിന് ഉപയോഗിക്കുകയോ ഒരിക്കലും ചെയ്യില്ല എന്ന് നേതാക്കന്മാർ പറഞ്ഞു. ഇത്രയെല്ലാം പറയാൻ ആരംഭിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് പറയണമെങ്കിൽ മണിക്കൂറുകൾ വേണം. പക്ഷേ ഞാനിതെല്ലാം നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടായത് ഉറച്ച തീരുമാനവും ചങ്കൂറ്റത്തോടു കൂടിയ വിവരണം നൽകാനുള്ള കഴിവും തുറന്ന മനസ്സും നന്മ നിറഞ്ഞ ചിന്താധാരകളും രാഷ്ട്രം, നമ്മുടെ ധർമ്മം എന്നീ കാര്യങ്ങളോടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും എല്ലാം ഉണ്ടെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതിന് തെളിവാണ് മോഡിയെ ഏറ്റവും അധികം വിമർശനത്തിന് വിധേയമാക്കിയിട്ടും സ്വീകരിച്ചത്. ഇന്നലെ വളരെ ഭംഗിയായിട്ട് പ്രഗത്ഭനായ ഒരു പ്രൊഫസർ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ നമ്പർ മുഴുവനും ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിമർശിക്കാനോ അഭിനന്ദിക്കാനോ പുകഴ്ത്താനോ അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യത്തോടുകൂടി അറിയിക്കാനോ എങ്ങനെയായാലും വിരോധമില്ല. എലക്ഷൻ ടൈമിൻ്റെ TV-കൾ, വിവിധ ചാനലുകൾ 32% സമയം മോഡിക്ക് വേണ്ടി ചെലവഴിച്ചപ്പോൾ 10% സമയം കെജ്രിവാളിന് വേണ്ടിയും 4% സമയം രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുമാണ് വിനിയോഗിച്ചതെന്ന് വ്യക്തമായ രീതിയിൽ പറയുകയുണ്ടായി. ഇന്നലെ ആ ബ്രാൻഡ് നെയിം എന്ന ചർച്ചയിൽ എല്ലാവരും കൺക്ലൂഡ് ചെയ്തത് മോദിയോട് വിയോജിപ്പുണ്ടെങ്കിലും മോദി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത രീതിയും വിവരിച്ച രീതിയും അസാമാന്യമാം വിധം ബ്രാൻഡ് നെയിം മനസ്സിലെത്തിക്കാൻ സാധിക്കുന്ന വിധത്തിലായിരുന്നു എന്നുള്ളതാണ്. ഇത്രയും പറയാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട്. കുറേ മതങ്ങളുടെ, ന്യൂനപക്ഷത്തിൻ്റെയോ ചില രാഷ്ട്രീയ പാർട്ടിയുടെയോ ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ജനതയുടെയോ താല്പര്യം സംരക്ഷിക്കാൻ എന്ന പേരിൽ അവരെ വോട്ട് ബാങ്കാക്കി കണക്കാക്കിക്കൊണ്ട് അവരുടെ വോട്ട് മാസീവായിട്ട് ലഭിക്കും, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാലം പലതും ചെയ്തു. എന്നിട്ട് ഭാരതത്തെ മുഴുവനും വിഭജിക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് തികച്ചും ഭിന്നമായിട്ട് ഒരാള് ഹിന്ദു എന്ന വാക്കിന് സുപ്രീം കോടതി കൊടുത്ത നിർവചനം, അതാണ് ഞങ്ങൾ ഭരണത്തിൽ പ്രയോഗിക്കാൻ പോകുന്നത് എന്ന് വിവരിക്കുകയും എല്ലാ ഭാരതീയർക്കും ഒരേ അവസരം ഉണ്ടാക്കുകയും ഒരു തരത്തിലും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ വിവേചനം കാണിക്കാതിരിക്കുകയും ലോകത്തിലെ എവിടെയുള്ള ഭാരതീയനും വേദനിക്കുകയാണെങ്കിൽ ഭാരതത്തിലേക്ക് വരാൻ അവസരം നൽകുകയും ചെയ്യുമെന്ന് പറയുകയും ഒരു കാരണവശാലും തിന്മകൾ പ്രോത്സാഹിപ്പിക്കില്ലെന്നും നടത്തേണ്ടതും നടപ്പിലാക്കേണ്ടതുമായിട്ടുള്ളത് എല്ലാം നടപ്പിലാക്കുമെന്നും അമേരിക്കയിലേക്ക് പോകാൻ ഞാൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് പകരം അമേരിക്കക്കാർ ജോലിക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് വരാൻ അപേക്ഷ സമർപ്പിക്കുന്ന ഒരു കാലമുണ്ടാക്കുമെന്നും ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തെ അതിന് ഒരു വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഭരണമല്ല,
മറിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഓരോ വ്യക്തിയും ഭാരതത്തെ സമ്പുഷ്ടമാക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട്, ഉത്തരവാദിത്വവും നൽകിക്കൊണ്ട് അവരെ പ്രവർത്തിക്കാനും അനുവദിക്കുമെന്നും പറഞ്ഞ ആ മോഡിയുടെ ഹസ്തങ്ങൾക്കാണ് 32% സമയം ചാനലുകൾ കൊടുത്തതെങ്കിൽ അത് അദ്ദേഹത്തിനെ വിമർശിക്കാനോ നിഷേധിക്കാനോ പുച്ഛിക്കാനോ അവഹേളിക്കാനോ എന്തിനു വേണ്ടി ഉപയോഗിച്ചാലും ശരി, അതെല്ലാം അദ്ദേഹത്തിന് അനുഗ്രഹമാക്കി മാറ്റാൻ സാധിച്ചു എന്ന് ആ ചർച്ചയിൽ കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ പുകഴ്ത്തലിനേക്കാളും അനുഗ്രഹത്തെക്കാളും അനുമോദനത്തെക്കാളും പ്രോത്സാഹനത്തെക്കാളും ഇപ്രകാരമുള്ള വിമർശനങ്ങളാണ് ലോക ജനതയുടെ മുമ്പിൽ ഒരു വ്യക്തിയെ വളരെ ഭംഗിയായിട്ട് തുറന്നു കാണിക്കാനും അയാൾക്ക് പറയാനുള്ളതെല്ലാം പറയാനും ജനങ്ങൾക്കത് വിലയിരുത്താനും എന്നിട്ട് തീരുമാനമെടുക്കാനുമുള്ള സൗകര്യമുണ്ടാക്കി കൊടുക്കുന്നത് എന്ന് ഇത്രയും കാലം മോഡിയെക്കുറിച്ചും കെജ്രിവാളിനെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും പിന്നീട് പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചും സോണിയാഗാന്ധിയെക്കുറിച്ചുമെല്ലാം കാണാനും കേൾക്കാനും സാധിച്ചപ്പോൾ തോന്നിയ ആ അനുഭവം വീണ്ടും സംക്ഷിപ്തമായിട്ട് പറയുന്നു. ഭാരത് മാതാ കി ജയ് എന്ന് പറയാനും ഭാരതം എന്ന രാഷ്ട്രത്തെ ഒരുമിച്ച് കാണാനും നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് നന്മ പകരാനും ജനങ്ങളെ വിഭജിച്ച് ഭരിക്കാനുള്ള ആ തന്ത്രം ഇല്ലാതെയാക്കാനും എല്ലാവരെയും ഭാരതത്തിൻ്റെ മക്കളായി കാണാനും എല്ലാ നന്മകളും എല്ലാവരും ചേർന്ന് ഭരിക്കുന്നവർ ഭരണപക്ഷവും അതിനെ വിമർശിക്കുന്നവർ പ്രതിപക്ഷവുമാകാതെ ഭരിക്കുന്നവരും വിമർശിക്കുന്നവരും ഭരണപക്ഷം തന്നെ ആയിക്കൊണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് ഒരു MP ഉള്ള സ്വതന്ത്രനാണെങ്കിൽ പോലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവനാണെങ്കിലും അവരുടെ എല്ലാം സഹകരണം സ്വീകരിച്ചുകൊണ്ട് ഈ ഭാരതത്തെ 5 വർഷം ഭരിക്കുമെന്ന് വാക്ക് തന്ന ആ മോഡിയുടെ ഉജ്ജ്വലമായ വരികൾ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു വരി കൂടി പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് മാതാ അമൃതാനന്ദമയിയുടെ ധന്യമായ കർമ്മമണ്ഡലത്തെക്കുറിച്ച് അവരെ ഗെയില് വിമർശിക്കുകയും കൈരളി ചാനലും മീഡിയ വണ്ണും നീചമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം, സന്ദീപ് ചൈതന്യയെക്കുറിച്ച് ഉൾപ്പെടെ പറഞ്ഞതെല്ലാം അസാധാരണമായ പോസിറ്റീവ് കമൻറ്റോട് കൂടിയാണ് യൂട്യൂബിലെ പ്രേക്ഷകർ സ്വീകരിച്ചത്. പക്ഷെ ഒരാള് ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു വിമർശനം യൂട്യൂബിൽ എഴുതുകയുണ്ടായി. അതിപ്പോഴും നിങ്ങൾക്ക് കാണാം. അമൃതാനന്ദമയിയെക്കുറിച്ച് ഇത്രയും നല്ലത് പറയാൻ നിനക്ക്, മലയാളത്തിൽ തന്നെയാണ് എഴുതിയേക്കണേ, നിനക്ക് എത്ര കാശ് കിട്ടി എന്ന്. അയാൾക്ക് ഞാൻ അതേപോലെ ഇംഗ്ലീഷിൽ ഉത്തരം കൊടുത്തു. നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നിന്റെ അമ്മയ്ക്കും അച്ഛനും എത്ര കാശ് കൊടുത്തോ അത്രയും കാശ് അമ്മയെക്കുറിച്ചും സായിബാബയെക്കുറിച്ചും നല്ലത് പറയാൻ എനിക്ക് അവർ തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതേപോലെ ഈ യൂട്യൂബിലെ ഇപ്പോഴത്തെ സ്പീച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഗോപാലകൃഷ്ണന് BJP-ക്കാർ എത്ര കാശ് തന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഈ രാഷ്ട്രത്തെയും ഈ സംസ്കാരത്തെയും ഭാരതീയ പൈതൃകത്തെയും നന്മയിലേക്ക് എത്തിക്കും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എന്ന് പറഞ്ഞ ആ മോദിയെക്കുറിച്ച് നല്ലത് പറയാൻ എനിക്ക് കിട്ടിയ കാശിൻ്റെ അളവ്, അത് കാശായിട്ട് പറയുകയല്ല നല്ലത്, ഈ ജന്മം തന്നെ അതിനു വേണ്ടി ജഗദീശ്വരൻ തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജന്മത്തിൻ്റെ അവസാനത്തെ ശ്വാസം വരെ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അനവരതം നിലനിൽക്കുന്ന ജനതയ്ക്കും വേണ്ടി തന്നെ പ്രയോഗിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.